നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ അലീനയെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സാരമില്ല, പോട്ടെ, നീ എന്നോട് ക്ഷമിക്കണം, എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അലീന പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. പിന്നീട് അവളെ ആശ്വസിപ്പിച്ചതിന് ശേഷം റൂമിലേക്ക് പോവുകയാണ് ബാലചന്ദ്രൻ. അതിനുശേഷം മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് മൊബൈൽ വാങ്ങിച്ചിട്ട് സൂത്രത്തിൽ അതിലുള്ള കോൾ റെക്കോർഡിങ്സ് തൻ്റെ മൊബൈലിലേക്ക് ആക്കിയിട്ട് തൻ്റെ റൂമിലേക്ക് തന്നെ മടങ്ങി പോവുകയാണ് കേട്ടോ. അങ്ങനെ റൂമിലെത്തിയതിന് ശേഷം ബാലചന്ദ്രൻ അതിലെ വോയിസ് ഇങ്ങനെ കേട്ട് നോക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടിയായിട്ടുള്ള വോയിസാണ് കേൾക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുന്നുണ്ട്, അലീന ഇങ്ങനെ പറയുന്ന ആ കാര്യങ്ങളാണ് കേൾക്കുന്നത് കേട്ടോ. എന്നോട് ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ കേൾക്കുകയാണ്. എന്നോട് സ്വയം ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു മാഡം എന്ന് പറയണം. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അതെന്താ ഇപ്പം അങ്ങനെ ഉണ്ടാവാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും മാഡത്തോട് പറഞ്ഞു എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്താണ് അവർ പറഞ്ഞത് എന്ന് ചോദിക്കണം രേവതിക്കുട്ടി. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് പറയേണ്ടി വന്നു മോളെ, അല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. ഏത് നേരവും എന്നെ കുറ്റപ്പെടുത്തുകയും എന്നെ വഴക്ക് പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ. ഞാൻ എന്തോ അപരാധം ചെയ്തതുപോലെയായിരുന്നു അവരുടെ സംസാരം. അപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പിന്നെ രോഹിത് ആണെങ്കിൽ ഒരു എക്സ്ക്യൂസും അതായത് അവനാണെങ്കിൽ ഒരു സോറി പറയുകയോ അങ്ങനെ മറ്റൊന്നും ചെയ്യുന്നുമില്ല. അവൻ ചെയ്ത തെറ്റെന്താണെന്ന് അവൻ മനസ്സിലാക്കുകയും ചെയ്യുന്നില്ല. അപ്പോൾ എനിക്കിത് പറയാതെ വേറെ വഴിയില്ലായിരുന്നു. അങ്ങനെ മാഡത്തോട് ഞാൻ പറഞ്ഞു, എൻ്റെ വയറ്റിൽ ഞാൻ ചുമ്മാ കത്രിക കുത്തി കയറ്റിയതല്ല, മനഃപൂർവ്വം ചെയ്തതാണ്, അതിനൊരു കാരണമുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ സമയത്ത് അമ്മ ആകെ ഷോക്കായി എന്ന് പറയണം. അപ്പോൾ എന്താണ് ചേച്ചിയുടെ അമ്മ അതിന് മറുപടി തന്നതെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അവർ വിശ്വസിച്ചില്ല ആദ്യം. പിന്നീട് രോഹിത്തിൻ്റെ അടുത്ത് പോയിട്ട് രോഹിത്തിനെ ഒരുപാട് തല്ലുകയൊക്കെ ചെയ്തു. അതിനുശേഷം എന്നോട് വന്നിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞു ഇവിടെ നിന്ന് പോയിക്കോളാൻ. കാരണം മാഡം എന്നെ പറഞ്ഞയക്കാൻ നിന്നാൽ, അമ്മ എന്നെ പറഞ്ഞയക്കാൻ നിന്ന് കഴിഞ്ഞാൽ സാറും മനുവേട്ടനൊക്കെ അതിനെ എതിർക്കും. അതുകൊണ്ട് അവരെ ഒന്നും തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ സ്വയം ഒഴിഞ്ഞു പോകണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടേക്കുന്നത് എന്ന് പറഞ്ഞ ആ വോയിസ് മുഴുവൻ ബാലചന്ദ്രൻ ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോഴും ഒരു വ്യക്തത ഇങ്ങനെ വരുന്നില്ല കേട്ടോ. ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഒരു ഹാളിൽ ഇങ്ങനെ എന്തോ ഒരു മൈൻഡിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പിന്നെ ഓരോ വോയിസ് എടുത്ത് ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ എല്ലാ സത്യങ്ങളും അലീന ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. പിന്നെ അടുത്ത വോയിസ് കോളിലാണ്, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല മോളെ, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, ഞാൻ ഇനി ഇവിടെ നിന്നാൽ ഞാൻ മരിച്ചു പോവുള്ളൂ, അത്രയും പ്രഷർ ഞാൻ താങ്ങുന്നുണ്ട്, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, നാളെയോ മറ്റന്നാളോ ഞാൻ ഇവിടെ നിന്ന് പോകും എന്ന് പറയുന്ന ആ വോയിസ് കോളാണ് കേൾക്കുന്നത്. ആ സമയത്ത് രേവതിക്കുട്ടി പറയുന്നുണ്ട്, അങ്ങനെ ചേച്ചി ചുമ്മാതൊന്നും ഇറങ്ങി പോരാൻ നിൽക്കണ്ട, ഇറങ്ങി പോരുന്നതിന് മുൻപ് ചേച്ചി ആ സ്ത്രീയുടെ മുന്നിൽ ചെന്നിട്ട് വാ തുറന്നങ്ങോട്ട് പറഞ്ഞേക്കണം, നിങ്ങൾ 22 വർഷങ്ങൾക്ക് മുൻപ് പെറ്റ് തള്ളിയ മകളാണ് ഞാൻ, നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് നിങ്ങളെ കാണാനും നിങ്ങളുടെ കൂടെ ജീവിക്കാനും സ്നേഹം ഒക്കെ കൊതിച്ച് വന്നതാണ് ഞാൻ, ആ എന്നെയാണ് നിങ്ങൾ ഇവിടെ നിന്ന് ആട്ടിയിറക്കുന്നത് എന്ന് മുഖത്ത് നോക്കി അങ്ങോട്ട് പറഞ്ഞേക്കണം എന്നിങ്ങനെ പറയാണ് രേവതിക്കുട്ടി. ആ വൈജയന്തി മാഡത്തിൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ തന്നെ പേരെടുത്ത് പറയുന്നുണ്ട്. വൈജയന്തി മാഡത്തിൻ്റെ മുഖത്ത് നോക്കി തന്നെ ചേച്ചി പറഞ്ഞേക്കണം, സ്വന്തം മോളാണ് എന്നുള്ള കാര്യം അവരറിയട്ടെ. 22 വർഷം മുൻപ് കണ്ടവന്മാരുടെ കൂടെ പോയിട്ട് കിട്ടിയ സമ്മാനമാണല്ലോ, അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അവരറിയട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ വെട്ടി തുറന്ന് രേവതി അലീനയോട് പറയുമ്പോൾ, അതൊന്നും വേണ്ട മോളെ, എനിക്കതിനൊന്നും പറ്റത്തില്ല, ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നീട് അവരുടെ ജീവിതം എന്താകും എങ്ങനെയാകും എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റത്തില്ല, എന്തായാലും ഞാൻ പോകാൻ തീരുമാനിച്ചു എന്ന് അലീനയും പറയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ കേട്ടിട്ട് ആകെ പൊട്ടിത്തെറിക്കട്ടെ, ആകെ കണ്ട് എന്താ പറയുക, അത്രയും ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് ബാലചന്ദ്രൻ. ആകെ തകർന്നു പോവാണ്. കാരണം താൻ ഇത്രയും നാളും ജീവന് തുല്യം സ്നേഹിച്ച തൻ്റെ ഭാര്യ ഇത്രയുമായിട്ട് തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള ആ ഒരു മഹാസത്യം തിരിച്ചറിയാണ് ബാലചന്ദ്രൻ. അപ്പോൾ ഇതായിരുന്നു അവൾ തന്നിൽ നിന്ന് മറച്ചു വെച്ച ഒരു കാര്യം. 1 വർഷത്തോളം അവളെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. ഒരു 3 വർഷത്തോളം വൈജയെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്ന് ബാലചന്ദ്രൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് അവൾ ആഗ്രയിൽ പോയി താമസിച്ച ആ കാലഘട്ടമാണ് എന്നുള്ളത്. അത് കേട്ടപ്പോൾ തന്നെ വൈജ ഒന്ന് ഷോക്കാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നടന്ന ഒരു സംഭവമായിരിക്കും ഇത് എന്നുള്ളത് ബാലചന്ദ്രൻ മനസ്സിലാക്കുകയാണ്.
അപ്പോൾ ഇതൊക്കെ കൂടി ആലോചിച്ചിട്ട് ബാലചന്ദ്രനാകെ ഭ്രാന്ത് പിടിച്ചതുപോലെ തോന്നുക കേട്ടോ. കാരണം ഇത്രയൊക്കെ വൈജയെ സഹിച്ചു, ഒരുപാട് സഹിച്ചും ക്ഷമിച്ചുമാണ് താൻ ഇവിടെ ജീവിക്കുന്നത്. അവൾ ഒരുപാട് പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവൾ വലിയൊരു കൊമ്പത്തെ വീട്ടിലെ ആളാണ് എന്നുള്ളൊരു ഭാവവും ഒരു അധികാരം കാണിക്കലും ഒക്കെയാണ്. എല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുന്നത് തനിക്ക് അവളോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ്. കുഞ്ഞിലേ തുടങ്ങിയ ആ ഒരു സ്നേഹം ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ടാണ്. തൻ്റെ മക്കളുടെ അമ്മ ആയതുകൊണ്ടും കൂടിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടും അവൾ തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള ആ ഒരു സത്യം ബാലചന്ദ്രന് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്നില്ല കേട്ടോ. ബാലചന്ദ്രൻ വീണ്ടും ആ വോയിസ് ഒന്നുകൂടി കേട്ട് നോക്കുന്നുണ്ട്, തനിക്ക് തെറ്റ് പറ്റിയതാണോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ വീണ്ടും കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ്റെ അങ്ങോട്ട് ദേഷ്യമൊക്കെ ഇരച്ച് കയറുകയാണ്. അവിടെ ഇരിക്കുന്ന ആ കസേരയ്ക്ക് ഉണ്ട്, ടേബിളിൻ്റെ അടുത്ത് ഇരിക്കുന്ന ഒരു കസേര ഉണ്ടായിരുന്നു, അതിലൊക്കെ ആഞ്ഞ് ചവിട്ടി ദേഷ്യം തീർക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ശബ്ദത്തിൽ ആ കസേര മതിൽ ചെന്നിടിക്കുകയാണ്. അലീനയാണെങ്കിൽ ആ സമയത്ത് കിച്ചണിൽ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ട് നിൽക്കുകയാണല്ലോ. ആ ശബ്ദം അലീന കേൾക്കുന്നുണ്ട്. അപ്പോൾ അലീന പെട്ടെന്ന് ഓടി അങ്ങോട്ടേക്ക് വരിക കേട്ടോ. അപ്പോൾ എന്താ ശബ്ദം കേട്ടത് എന്ന് ഓർത്തിട്ട് അലീന ഓടി വരുന്ന സമയത്ത് കാണുന്നത് വളരെ ദേഷ്യപ്പെട്ട് വളരെ രോഷാകുലനായിട്ട് ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഒരവസ്ഥയിൽ നിൽക്കുന്ന ബാലചന്ദ്രനെയാണ്. ആ കസേരയാണെങ്കിൽ അങ്ങോട്ടേക്ക് മറിഞ്ഞു കിടക്കുന്നതും അലീന കാണുന്നുണ്ട്. അതായത് ആ മതിലിനോട് ചേർന്ന് ചരിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീന ആകെ ഇങ്ങനെ പകച്ചു നിൽക്കുക കേട്ടോ, എന്താ ഇവിടെ സംഭവിക്കുന്നതെന്നറിയാതെ. അങ്ങനെ അലീന പെട്ടെന്ന് സാർ എന്ന് വിളിക്കുന്നുണ്ട്. എന്ത് പറ്റി സാർ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് സ്ഥലകാലബോധം വീണ്ടെടുക്കുന്നത് ബാലചന്ദ്രൻ. അപ്പോൾ അലീനയെ നോക്കി രൂക്ഷമായിട്ടാണ് അലീനയെ നോക്കുന്നത് കേട്ടോ. കാരണം അലീന വൈജയുടെ മകളാണ്, വൈജയ്ക്ക് വിവാഹത്തിന് മുൻപ് ജനിച്ച മകളാണ് അലീന. ഇത്രയും നാൾ അലീന ആരോ ആണ് എന്നുള്ള രീതിയിലാണ്, അത്രയും അതായത് അലീനയോടുള്ള സ്നേഹം വന്നപ്പോൾ മുതൽ ഒരു വൈജയുടെ മകളാണ് എന്നുള്ള രീതിയിലല്ല, അല്ലാതെ തന്നെ അവളിലെ നന്മ കണ്ടിട്ടാണ് അവളെ സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതും ഒരു മകൾ എന്ന പോലെ ചേർത്ത് പിടിച്ചതും. പക്ഷേ ഇപ്പോൾ ഇവൾ നിൽക്കുന്നത് തൻ്റെ വൈജയുടെ ജാരസന്തതിയായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഓർത്ത് നോക്കുമ്പോൾ അലീനയോടും ഭയങ്കര ദേഷ്യത്തിലാണ് നോക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ബാലചന്ദ്രൻ നോട്ടം മാറ്റുന്നുണ്ട്. ഒന്നുമില്ല എന്നുള്ള രീതിയിൽ പറയണം. അപ്പോൾ എങ്ങനെ ഇത് ഇവളോട് അവതരിപ്പിക്കും എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ്. അവളോട് കാര്യങ്ങൾ ചോദിച്ചറിയാനൊന്നും പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല. കാരണം ഇത് അറിഞ്ഞ ഒരു ഷോക്കിലാണ് ബാലചന്ദ്രൻ. അപ്പോൾ ആ ബാലചന്ദ്രൻ ഒരു പ്രശ്നമില്ല നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അലീനയെ പറഞ്ഞയക്കുകയാണ്. അലീന സംശയിച്ച് നിന്നിട്ട് അലീന വീണ്ടും കിച്ചണിലേക്ക് തന്നെ പോവുക കേട്ടോ. ബാലചന്ദ്രനാണെങ്കിൽ പെട്ടെന്ന് വന്ന് ഡോർ അടയ്ക്കുന്നുണ്ട്. ഡോർ അടച്ചിട്ട് വീണ്ടും ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈജ തന്നെ ഇത്രയും നാളും ചതിക്കുകയായിരുന്നു എന്നുള്ള മഹാസത്യം അങ്ങനെ ബാലചന്ദ്രൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. വൈജയുടെ സ്വന്തം മകളാണ്, വൈജ പ്രസവിച്ച മകളാണ് അലീന എന്നുള്ള സത്യം. അപ്പോൾ വെറുതെയല്ല കുഞ്ഞിരാമൻ മേനോന് അലീനയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്നും കൂടി ബാലചന്ദ്രൻ ഓർക്കുന്നുണ്ട്. കാരണം അന്നേ ബാലചന്ദ്രൻ മനുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും കാണാതെ കുഞ്ഞിരാമൻ മേനോന് ഇത്രയും വലിയൊരു ചാരിറ്റി ഒന്നും ചെയ്യത്തില്ല, അതും ഈ പെണ്ണിനെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് എന്താ ഇപ്പം നിൻ്റെ മുത്തശ്ശിന് ഇത്രയ്ക്ക് വാശി എന്നൊക്കെ അന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തും മനു പറഞ്ഞത് മുത്തശ്ശൻ ചാരിറ്റി ചെയ്യുന്ന ഒരാളാണല്ലോ, ഇവിടെ ഒരുപാട് സഹായമൊക്കെ നൽകിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതൊന്നും ബാലചന്ദ്രന് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം ബാലചന്ദ്രന് നന്നായിട്ട് അറിയാം കുഞ്ഞിരാമൻ മേനോന് പണ്ടൊക്കെ അവരോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്നുള്ള കാര്യമൊക്കെ. അതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു മഹാ രഹസ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ബാലചന്ദ്രൻ തിരിച്ചറിയണം. അങ്ങനെ ആകെ ഷോക്കായി ഇരിക്കുകയാണ് ബാലചന്ദ്രൻ കേട്ടോ. അങ്ങനെ പിന്നീട് ബാലചന്ദ്രൻ ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. അലീനയെ ഫേസ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, ഷോപ്പിലേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടിയും അതുപോലെ മാമച്ചാനെയും ഗ്രേസമ്മയും ഒക്കെ കൂടി ഷെറിൻ്റെ വീട്ടിലേക്ക് എത്തുക കേട്ടോ. അങ്ങനെ ഷെറിൻ്റെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കാറ് നിർത്തിയിട്ട് നോക്കുമ്പോൾ ഒരു വലിയ വീടാണ്, ഇരുനില വീടൊക്കെയാണ്. അങ്ങനെ ആ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് രേവതിക്കുട്ടി. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ ഷെറിൻ്റെ ബ്രദർ, അതായത് നമ്മുടെ ഷെറിൻ്റെ ബ്രദറാണ് പുറത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ആരാ എന്താണെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല മാമച്ചായനെയും ഗ്രേസമ്മയും കണ്ടിട്ട്. ആദ്യം കാണുന്നത് രേവതിക്കുട്ടീനെയാണ്, പിന്നെയാണ് മാമച്ചായനെയും ഗ്രേസമ്മയും കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ പിന്നീട് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ജോമോൻ്റെ പപ്പയും മമ്മിയും ആണ് എന്നുള്ള കാര്യം അവർക്കറിയാമല്ലോ. ഷെറിനുമായിട്ട് വിവാഹമൊക്കെ ഉറപ്പിച്ചിരുന്ന കാര്യമൊക്കെ അവർക്കറിയാം. അപ്പോൾ ഇവർ കയറി ചെല്ലുമ്പോൾ ഒരു മടിയോട് കൂടിയിട്ടാണ് കയറി ചെല്ലുന്നത്. പക്ഷേ ഷെറിൻ്റെ ബ്രദറിനൊന്നും അത്രയ്ക്ക് താല്പര്യമൊന്നുമില്ല.
അപ്പോൾ ഇവിടെ ആരും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പച്ചനും അമ്മച്ചിയൊക്കെ എന്തേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മച്ചി കിടപ്പിലാണ്, വയ്യാതെ കിടക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പച്ചനാണെങ്കിൽ പുറത്ത് ആ തൊടിയിലേക്ക് പോയേക്കാണ്, അവിടെ ഇങ്ങനെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ടേക്ക് പോയേക്കാണ് എന്നും അവൻ പറയുന്നുണ്ട് കേട്ടോ, ഷെറിൻ്റെ ബ്രദർ. അതായത് ഇവർ ചെന്നേക്കുന്നത് ഷെറിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീനയുടെ അച്ഛൻ്റെ സഹോദരിയാണ്. സ്റ്റാൻലിൻ്റെ വീട്ടിലേക്ക് തന്നെയാട്ടോ ചെന്നേക്കുന്നത്. അപ്പോൾ പക്ഷെ അതൊന്നും ഇപ്പോഴൊന്നും അറിയത്തില്ല, കുറച്ച് കഴിഞ്ഞേ അറിയത്തുള്ളൂ. അതിൻ്റെ സ്റ്റോറിയൊക്കെ മുൻപ് നമ്മൾ പറഞ്ഞ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അങ്ങോട്ടേക്ക് കയറിയിരിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അകത്തേക്ക് കയറി ഇരുന്നിട്ട് അപ്പോൾ ഷെറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഷെറിനെ എന്തേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷെറിൻ്റെ വിവാഹം കഴിഞ്ഞോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ വിവാഹമൊന്നും കഴിഞ്ഞില്ല എന്ന് പറയണം. അതെന്തേന്ന് ചോദിക്കുമ്പോൾ വിവാഹത്തിനൊന്നും അവൾ സമ്മതിച്ചില്ല എന്നുകൂടി പറയുന്നുണ്ട്. അങ്ങനെ ഷെറിൻ എന്തേലും ചോദിക്കുമ്പോൾ ഷെറിൻ ഇവിടെ ഇല്ല എന്നാണ് അവർ ആദ്യം പറയുന്നത് കേട്ടോ. അങ്ങനെ ഷെറിൻ്റെ സഹോദരനും അവരുടെ ഇളയ സഹോദരനാണ്, ഭാര്യയും കൂടിയിട്ടാണ് ഇവർ സ്വീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പം കാര്യങ്ങളൊക്കെ ഇത് ഭാര്യയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് അവൻ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ ഭാര്യയാണെന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്, അങ്ങനെയുള്ള ജോലിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ജോമോൻ മരിച്ച ശേഷം ഞങ്ങൾ ആകെ ഓരോ പ്രശ്നങ്ങളിലായിരുന്നു. ഇവളാണെങ്കിൽ ഭയങ്കര ട്രോമയിലൊക്കെ ആയിരുന്നു, ഒരുപാട് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ടേക്കൊന്നും വരാനൊന്നും പറ്റാഞ്ഞത്. അതിൽ നിന്ന് മാറി വിടാൻ തന്നെ 2 വർഷം എടുത്തു എന്നൊക്കെ മാമച്ചാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ ബ്രദറാണെങ്കിലും അതിനനുസരിച്ച് ഇങ്ങനെ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ എന്താണെങ്കിലും ജോമോൻ പോയി അവരുടെ അതായത് അവരുടെ പെങ്ങളുടെ ലൈഫാണെങ്കിൽ അത്ര സെറ്റപ്പ് ആയതുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇവിടെ ആരോ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഷെറിൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം പെട്ടെന്നൊരു ഡോറ് തുറന്നിട്ട് ഇറങ്ങി വരുന്ന ഷെറിനെയാണ് കാണിക്കുന്നത്. ആകെ ഭ്രാന്ത് പിടിച്ചൊരു സ്ത്രീയെപ്പോലെയാണ് ഷെറിൻ ഇറങ്ങി വരുന്നത് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഷെറിൻ റൂമിൽ നിന്ന് ഇറങ്ങി ഓടി വരുമ്പോൾ കാണുന്നത് ഗ്രേസമ്മയും മാമച്ചായനും രേവതിക്കുട്ടിയും കൂടി അവിടെ ഇരിക്കുന്നതാണ്. പെട്ടെന്ന് ഷെറിൻ അങ്ങോട്ടേക്ക് ഓടി വരണം. അപ്പോൾ ഷെറിൻ്റെ ആ ഒരു അവസ്ഥ ഓടി വന്നത് കണ്ടിട്ട് മാമച്ചായനും ഗ്രേസമ്മയും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുകയാണ്. അപ്പോൾ ഷെറിനെ കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പക്ഷേ ഷെറിൻ്റെ മുഖഭാവം കൂടി കണ്ടിട്ട് ഇവർക്ക് ആകെ ഭയം തോന്നുകയാണ്. അങ്ങനെ ആ ഷെറിൻ പെട്ടെന്ന് ഇവരുടെ നേരേക്ക് പാഞ്ഞെടുക്കുകയാണ്. എൻ്റെ എൻ്റെ കുഞ്ഞിനെ താടി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടിയുടെ നേരെയായിട്ട് ഓടി വരുന്നത്. രേവതിക്കുട്ടിയാണെങ്കിൽ ആകെ പകച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഷെറിൻ ഓടി വന്നിട്ട് ഇതേ ഇവളാണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത്, എൻ്റെ മോളെ താടി, എൻ്റെ മോളെ എനിക്ക് താ എന്ന് പറഞ്ഞുകൊണ്ട് ഷെറിൻ ഇങ്ങനെ അലറി കരയാണ്. ഇത് കേട്ടത് ഇങ്ങനെ വിശ്വസിക്കാനാവാതെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ് മാമച്ചായനും ഗ്രേസമ്മയും അതുപോലെ രേവതിക്കുട്ടിയും. വീണ്ടും ഷെറിൻ ഇങ്ങനെ പറയേണ്ടത് ഇവളാണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത്, മര്യാദക്ക് എൻ്റെ കുഞ്ഞിനെ തന്നോ, നീയാണ് അന്ന് വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത്, എൻ്റെ കുഞ്ഞിനെ താ എന്നിങ്ങനെ പറയണം. രേവതിക്കുട്ടിയെ മുഖത്തോട്ട് ഇങ്ങനെ കുറേ നേരം സൂക്ഷിച്ച് നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഷെറിൻ പറയുന്നത് കേട്ടോ. അപ്പോൾ മിക്കവാറും ഷെറിൻ കുഞ്ഞിനെ പ്രസവിച്ച സമയത്ത് കുഞ്ഞിനെ കുറച്ച് നേരം ഷെറിൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ മോളാണ് എന്നുള്ള കാര്യമൊക്കെ ഷെറിൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ബ്രിജിത്ത മമ്മി വന്നിട്ട് ഷെറിൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. ആ സമയത്ത് ബ്രിജിത്ത മമ്മിയുടെ കൂടെ നമ്മുടെ രേവതിക്കുട്ടി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഷെറിൻ ഉറങ്ങുന്ന സമയത്ത് വന്നിട്ടാണ് ബ്രിജിത്ത മമ്മിയും രേവതിക്കുട്ടിയും കൂടെ വന്നിട്ട് ഈ ചിന്നുമോളെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ചിന്നുമോളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഷെറിൻ്റെ കുഞ്ഞായിട്ട് വരുന്നത്. അതിൻ്റെ സ്റ്റോറിയൊക്കെ മുന്നേ നമ്മൾ പറഞ്ഞ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത്. ആ സമയത്ത് ഷെറിൻ ഉണരുകയും ഷെറിൻ കാണുന്നത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന ബ്രിജിത്ത മമ്മിയാണ്. പക്ഷേ പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ താ എന്ന് പറയുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുന്നത് രേവതിക്കുട്ടിയാണ്. അപ്പോൾ രേവതിക്കുട്ടി അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ രേവതിക്കുട്ടിയുടെ ആ മുഖം ഷെറിൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് രേവതിക്കുട്ടിയെ ചൂണ്ടിയിട്ട് ഇവളാണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത്, എൻ്റെ കുഞ്ഞിനെ താ, ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ആർത്ത് അട്ടഹസിക്കുകയാണ്. ഷെറിൻ്റെ ബ്രദറും അവരുടെ വൈഫും കൂടിയിട്ട് ഷെറിനെ കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് റൂമിലേക്ക് പൂട്ടിയിടുകയാണ്. ആ സമയത്തൊക്കെ ഷെറിൻ അലറി വിളിക്കുന്നുണ്ട്, ഇവളാണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത്, എൻ്റെ മോളെ എനിക്ക് എൻ്റെ മോളെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാശി പിടിക്കുകയാണ്. മാമച്ചാനും ഗ്രേസമ്മയും ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവർ
പോയതിന് ശേഷം ഇനി എന്തിനാ നിങ്ങളിവിടെ നിൽക്കുന്നേ, പൊക്കൂടെ എന്ന് ചോദിക്കുകയാണ് ഷെറിൻ്റെ ബ്രദർ കേട്ടോ. അപ്പോൾ ആ സമയത്ത് മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, അല്ല ഷെറിൻ കുഞ്ഞിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ സൈലൻ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞത്, ആ കുഞ്ഞെന്തേ എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അത് മരിച്ചുപോയി എന്ന് പറയണം. നിങ്ങൾ എന്തായി പറയുന്നത്, കള്ളം പറയരുത് എന്ന് പറയുമ്പോൾ കള്ളമല്ല സത്യമാണ് പറഞ്ഞത്. ആ കുഞ്ഞ് പിറന്നുടനെ മരിച്ചുപോയി. അതിൻ്റെ ആ ഒരു ഷോക്കിലാണ് ഷെറിൻ. ആര് വന്നാലും എൻ്റെ കുഞ്ഞെന്തേ എന്ന് ചോദിച്ചുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് വരും എന്നൊക്കെ പറയണം. അത് കേട്ടിട്ട് മാമച്ചാനും ഗ്രേസിയമ്മയും ആകെ ഷോക്കാവുകയാണ്. ഇനി അപ്പച്ചൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വഴക്ക് കേൾക്കും, ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായില്ല, നിങ്ങൾ അപ്പച്ചൻ വരുന്ന മുന്നേ പോകാൻ നോക്ക്. അല്ല അപ്പച്ചനെ അമ്മച്ചിയും ഒന്ന് കണ്ടിട്ടെന്ന് ഗ്രേസിയമ്മ പറയുമ്പോൾ അതൊന്നും സാരല്ല, അമ്മച്ചി സുഖമില്ലാതെ കിടക്കുകയാണ്, ഇപ്പോൾ കാണാൻ നിൽക്കണ്ട, പിന്നെ ചേട്ടൻ വരുന്നതിന് മുന്നേ പോകുന്നതാണെന്നല്ല, ചേട്ടനും കുറച്ച് ദേഷ്യക്കാരനാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണ്ട, എന്തായാലും കുഞ്ഞ് മരിച്ചു പോയി, ഞങ്ങളുടെ പെങ്ങളുടെ ജീവിതം ഇങ്ങനെയാവുകയും ചെയ്ത്, നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടു, ഇനിയിപ്പോൾ ഇതിലും കൂടുതൽ നഷ്ടങ്ങളൊന്നും വരാനില്ലല്ലോ, എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചു പോയി, ഇനിയിപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ എന്നൊക്കെ അവൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകെ വിഷമത്തോട് കൂടിയിട്ടാണ് മാമച്ചാനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഷെറിനെ കാണാൻ സാധിച്ചു, പക്ഷേ കുഞ്ഞിനെക്കുറിച്ചുള്ള വിവരം അവരെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. പിന്നീട് നമ്മുടെ ബാലചന്ദ്രൻ വീട്ടിലേക്ക് വരുന്ന ഭാഗങ്ങളും വൈജയന്തിയെ ഫേസ് ചെയ്യാൻ കുറച്ച് മടി കാണിക്കുന്നതൊക്കെ ഉള്ള സീനുകളൊക്കെ നാളത്തെ എപ്പിസോഡിൽ മിക്കവാറും കാണിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ സാധ്യതയുള്ള സീനുകൾ. ചിലപ്പോൾ ചില സീനുകളോ ഡയലോഗുകളൊക്കെ മാറ്റം വരാം, എന്താണെങ്കിലും ക്ഷമിക്കുക, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അപ്കമിങ് സ്റ്റോറിയോ അല്ലെങ്കിൽ പ്രൊമോ സ്റ്റോറിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.